എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സതീഷ് കൊതേരിയാണ്. സതീഷ് കൊതേരി പറയുമ്പോൾ കണ്ണൂർ ജില്ലയുടെ അഭിമാനമാണ്. ഒപ്പം തന്നെ മട്ടന്നൂരിൻ്റെ അതിനേക്കാൾ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് സതീഷ് കൊതേരി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ആചാര്യ കർമ്മരത്ന പുരസ്കാരം നേടിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇദ്ദേഹത്തെ പോലെ തന്നെ നമ്മൾ സതീഷേട്ടനെ അറിയുന്ന ആളുകളും ആ ആഘോഷത്തിൽ പങ്കാളിയാവുകയാണ്. സതീഷേട്ട ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുമോദനം ഇപ്പോൾ നമ്മൾ MADയുടെ നേതൃത്വത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സതീഷേട്ട എങ്ങനെയാണ് പരിഗണിച്ചത് അവാർഡ്? നാടകത്തിൽ നിന്ന് എല്ലാ മേഖല എല്ലാ കലാരംഗത്തു നിന്നും ഓരോരുത്തരെ പരിഗണിച്ചിരുന്നവർ എൻ്റെ നാടകം വന്ന് കണ്ടു. ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആകാശം നാടകം അത് രണ്ട് വ്യത്യസ്തമായി ഇനി കാണാൻ പോകുന്ന പോലും പറഞ്ഞേക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് മട്ടന്നമ്പലത്തിൽ ഇറങ്ങിയിരുന്നുണ്ട് കൃത്യം 10 മണിക്ക് തന്നെ. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ വേഷം, അങ്ങനെ ഒരു 10ഓളം നാടകങ്ങൾ അവർ കണ്ടിട്ട് അതിൽ നിന്നാണ് ഒരു കലാകാരനെ തിരഞ്ഞെടുത്തത്. ഒരു കലാകാരിക്കുണ്ടായിരുന്നു നാടകത്തിൽ തന്നെ. അതുപോലെ സിനിമയിൽ, സീരിയലിൽ, എല്ലാ വിഭാഗത്തിലും കലയിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവർ പുരസ്കാരം 21 ആൾക്കാർക്കാണ്. അതിലൊന്നാണ് നാടകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് വരുന്നത്. പരിഗണിച്ചത് തന്നെ വളരെ സന്തോഷം. അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്കും വളരെ സന്തോഷം. ഈ അവാർഡ് കിട്ടിയതിന് ശേഷം തൊട്ടടുത്ത ദിവസമായിട്ടാണ് മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഉത്സവത്തിൽ മാർച്ച് 2-ാം തീയതി ഇന്ന് രാത്രി 10:30 ആകാശം, ആ ഓച്ചിറ ധനിയുടെ ആകാശം എന്ന നാടകം അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് കാണാനുള്ള അവസരം കൂടിയാണ്. ഇനി അതെ, അത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 വർഷത്തിന് ശേഷമാണ് ഞാൻ മട്ടന്നമ്പലത്തിൽ വേദി പങ്കിടുന്നത്. 20 വർഷമായി. ഇപ്പൊ കലാരംഗത്ത് 33-ാമത്തെ വർഷമാണ്. 33 വർഷമായി. 20 വർഷം മുമ്പാണ് മട്ടന്നമ്പലത്തിൽ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അപ്പുറത്തെ നാടകം മൊഴി, അതിനു മുമ്പ് MT ഞാനും കല്ലൂർ അമ്പലത്തിൽ ചാലമ്പലത്തിൽ അതിനുശേഷം ശരിക്കും ഒരു 18-20 വർഷമായി. അപ്പോൾ അതിനുശേഷം ഒരു വ്യത്യസ്തമായ ഒരു വേഷം കിട്ടിയത് ഈ ആകാശം എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ശ്രീകുമാർ മാരാത്തും അതുപോലെ നമ്മുടെ ജയേന്ദ്രൻ, ഇതിന്റെ പ്രൊഡ്യൂസർ, ഈ കഥാപാത്രം പിന്നെ ഞാൻ അത്രയും സതീശൻ എന്ന് പറഞ്ഞാൽ കോമഡി ചെയ്യുന്ന ആളെന്നാണ് നാടക ലോകത്ത് ഒരു പ്രത്യേകിച്ചുണ്ട്. പക്ഷേ ഇതിൻ്റെ അത് വ്യത്യസ്തമായ ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചവർ. എബി ജോർജ് എൻ്റെ പ്രൊഡ്യൂസർ, പുള്ളിയാണ് ആദ്യം എന്നോട് കഥ പറയുന്നത്. ഈ വേഷം കൊതിരി ചെയ്ത് എങ്ങനെയുണ്ടോ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജയേന്ദ്രനും നമ്മൾ ക്യാമ്പിലെത്തിച്ച ജയേന്ദ്രൻ മാഷും അതുപോലെ പിന്നെ ശ്രീകുമാർ മാരാത്തും, പുള്ളി പുതിയൊരു എഴുത്തുകാരനാണ്. ഇപ്പം 4-5 നാടകങ്ങളായി. ഇപ്പോൾ അടുത്ത വർഷം ഒരു 5 നാടകങ്ങൾ ഇപ്രാവശ്യം ഇറങ്ങിയ എല്ലാ നാടകങ്ങളും പുള്ളിയുടെ സൂപ്പർ ഹിറ്റാണ്. 100 വേദികൾ കളിക്കുന്ന. മാത്രമല്ല നമ്മളെ 80ാമത്തെ വേദി കൂടി വന്നിട്ട് ആകാശ നാടകത്തിൻ്റെ 80ാമത്തെ വേദി ഈ വർഷം ഇറങ്ങിയതാണ്. 80ാമത്തെ വേദിയാണ്. ഒരു അപേക്ഷയുള്ളൂ, പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരോട്, ഞങ്ങൾ 10-45 ദിവസം കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ടീം വർക്കാണ്. അങ്ങനെ നാടകം റിഹേഴ്സൽ ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുക എല്ലാ സമ്മതിക്കാറും അവിടെ വന്നിരുന്നിട്ട് നാടകം കണ്ടിട്ട് നമ്മൾക്കെല്ലാം വിഷയവും ഒടുവിൽ നിങ്ങളൊരു പോസ്റ്റ് മതി. ആ നാടകത്തിൽ കഥാതന്തുമില്ല, അതിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള വിഷയമില്ല, അത് ആനുകാലിക പ്രസക്തിയില്ല. അങ്ങനെ വന്നിട്ട് നാടകം വീണ് പോകുന്ന അവസ്ഥയുണ്ട് ഇപ്പം. സിനിമയ്ക്കൊക്കെ സംഭവിക്കുന്നതാണ്, എല്ലാ കാലത്തും. പക്ഷേ നാടകത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്. കാരണം നാടകം ലൈവാണ്. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളോട് കണ്ടിഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ റൂമിൽ വരണ്ട, ഷെയ്ക്കാൻ തരണ്ട, ഒന്നും ചെയ്യേണ്ട. പക്ഷേ ഒരു ഒരു മൈനസ് മാർക്ക് രേഖപ്പെടുത്തുമ്പോൾ ഒരു വിഷമം, അത് ആരും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, സ്നേഹത്തോടെ ഉള്ളൊരു അഭ്യർത്ഥനയാണ് സത്യം പറഞ്ഞത്. നാടകം എന്ന് പറയുന്നത് ലൈവാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ നാടകം ഇന്ന് സതീശേട്ടൻ്റെ ഓച്ചിറ ധനിയുടെ ആകാശം എന്ന നാടകം മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കളിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടേണ്ട ആളാണ്. അപ്പം നമുക്ക് നാട്ടുകാർക്ക് അതിൽ ഏറെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ഇനി ഒരുപാട് അംഗീകാരങ്ങൾ നേടാൻ കഴിയുന്ന കലാകാരനായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു സഹപ്രവർത്തനം കൂടിയാണ്. ആ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് താൽക്കാലികമായി വിടുകയാണ്. എല്ലാവർക്കും നമുക്ക് നാടകം കണ്ടതിന് ശേഷം വീണ്ടും കാണാം. സത്യം പറഞ്ഞ ടോപ്പ് എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.